ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബജ്ജി ഉണ്ടാക്കലാണ്. എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. അതിനുവേണ്ടി ബജ്ജി മുളകാണ് എടുത്തിരിക്കുന്നത്. നേരെ മുറിക്കുന്നു. 2 പീസാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കടലമാവ്, ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതിന് ആവശ്യമായ മുളക് പൊടി 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, നിങ്ങളുടെ അളവിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇതിൽ മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കായപ്പൊടി. കായപ്പൊടി സ്കിപ്പ് ചെയ്യരുത്, എന്തായാലും കായപ്പൊടി ആഡ് ചെയ്യണം. അതൊരു 3/4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. അതിനുശേഷം നല്ല രീതിയിൽ പൊടികളെല്ലാം യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ആഡ് ചെയ്യാം, ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് അധികമായി പോകാനും പാടില്ല. നമ്മുടെ വീഡിയോയിൽ കാണുന്ന ആ ഒരു സെയിം പാകത്തിന് ആയിരിക്കണം നമുക്ക് ബാറ്റർ സെറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം ആഡ് ചെയ്യുന്നത് ബേക്കിംഗ് സോഡയാണ്. പിന്നീട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഫ്രൈങ് പാനിലേക്ക് ഇടുകയാണ്. ഇതിൽ ബേക്കിംഗ് സോഡ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്രിസ്പിനെസ്സും അതുപോലെ തന്നെ ഫ്ലഫി ആയിട്ടുള്ള ഒരു ബജി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും മാക്സിമം എല്ലാവരും ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബജി നമുക്ക് കിട്ടുള്ളൂ. ഇതിൽ നമുക്ക് മുളക് മാത്രമല്ല, കായ, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, പൈനാപ്പിൾ, ഏത് വേണമെങ്കിലും നമുക്ക് ബജി ഈ ബാറ്ററിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇതിനു വേണ്ട നമുക്കൊരു ചമ്മന്തി ഇതിലൂടെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിനാവശ്യമായ തക്കാളി, പച്ചമുളക്, സവോള, പിന്നെ ഒരു പോർഷൻ മല്ലിയില, പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, ഒരു ചെറിയ ക്വാണ്ടിറ്റി വിനാഗിരി. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയാണ്. പിന്നെ നേരെ ഫ്രൈ ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ ബജി റെഡിയാണ്. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. വലിയ പാടുള്ള കാര്യങ്ങളൊന്നുമല്ല, അടിപൊളിയാണ്. അപ്പോൾ ഉണ്ടാക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.